വീടിനടുത്ത് ലാക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചകളാട്ടോ ഇതൊക്കെ. ഞാനിങ്ങനെ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കുറേ ബുള്ളറ്റ്സ് ഇങ്ങനെ വന്നേ ലൈനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു. അത് ഞാനത് വീഡിയോ എടുത്തപ്പോൾ ഒരു കൈയൊക്കെ പൊക്കി കാണിച്ചിട്ട് പോയി കേട്ടോ. ശരിക്കും ഇത് മൂന്നാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തേനിയിലേക്ക് പോകുന്ന റൂട്ടാണേ. മൂന്നാറിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ആരും തന്നെ ഈ സ്ഥലം മിസ് ചെയ്യാറില്ല. കാരണം ഇവിടെ ഒന്നൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ ഇരുന്ന് നല്ല സമാധാനം കിട്ടുക, നല്ല മൈൻഡ് റിലാക്സ് ആകും. അപ്പോൾ ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. ശരിക്കും ഉണ്ടല്ലോ, ഇന്ന് ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കതോ ഒരു മൂഡ് ഓഫ് എന്തെന്നറിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്തിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും കുറച്ച് മനസ്സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ആരെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കണ്ട് ചിരിക്കുമ്പോൾ പിന്നെ അതൊരു ഹാപ്പിനെസ്സൊക്കെ ആകും. ഇവിടെ ട്രെക്കിംഗ് ചെയ്യുന്ന സ്ഥലമാട്ടോ ഇത് അറിയപ്പെടുന്നത് ചക്രമുടി എന്നാണ്. ആ കാണുന്ന ആ മലമുകളിൽ അവിടം വരെ ട്രെക്കിങ് ചെയ്യുക. അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാർ ലാക്കാട് ഈ പ്രദേശം ഫുള്ള് നല്ല രീതിയിൽ കാണാൻ കഴിയുമേ. മഴ സമയങ്ങളിലൊന്നും ട്രെക്കിംഗ് ഇല്ല കേട്ടോ. ഈ സമയത്തൊക്കെ നിർത്തി വെച്ചേക്കുവാണ്. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ട്രെക്കിങ് അവൈലബിൾ ആയിരിക്കുമേ. പിന്നെ നല്ല മഴയായപ്പോഴത്തേക്ക് ഞാനങ്ങ് വീട്ടിലേക്ക് തിരിച്ചേ. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ കാണുന്ന 2 ടൂറിസ്റ്റ് ബസ്സും ചെന്നൈയിലേക്ക് പോകുന്ന ബസ്സാണ്. മൂന്നാറിൽ നിന്നും 3 ടൂറിസ്റ്റ് ബസ്സുകളുണ്ട് ചെന്നൈയിലേക്ക്. അപ്പം ടൂറിസ്റ്റുകൾ വരുന്നവർക്ക് തമിഴ്നാട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ബുക്ക് ചെയ്ത് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങിയ സമയമുണ്ടല്ലോ, പെട്ടെന്ന് നോക്കിയപ്പോൾ കോട ഇറങ്ങി വന്നു. ഇത് കണ്ടോ, 2 മിനിറ്റിൻ്റെ സമയം ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് കോട ഇറങ്ങി വന്നേ. അപ്പോൾ മെൻ്റലി ഫിസിക്കലി നല്ല റിലാക്സേഷൻ വേണമെന്നുള്ളവർ മറക്കാതെ ഈ പ്രദേശത്തേക്ക് വരിക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, നാളെ കാണാം.